റബ്ബി എന്ന വാക്ക് ഖുർആനിൽ 2 രൂപത്തിൽ കാണാം. അതായത് ഒന്ന് അവസാനം യാ എന്ന് കൊടുത്ത് നീട്ടിയിട്ടുള്ളതും അതേപോലെ കെസ്റ കൊടുത്തിട്ട് ചുരുക്കിയിട്ടുള്ള 2 രൂപങ്ങൾ കാണാം. കെസ്റ കൊടുത്തിട്ടുള്ള ഈ ഒരു സന്ദർഭങ്ങളിലെല്ലാം അധികവും പ്രയാസഘട്ടങ്ങളിലും തീവ്രമായ നിരാശയിലും പ്രവാചകന്മാരുടെയും മറ്റും പ്രാർത്ഥനകളിലാണ് ഈ കെസ്റ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഭാഷാ പണ്ഡിതന്മാരുടെയും ഖുർആൻ തഫ്സീർ പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ യാ എന്ന് കൊടുത്താലും കെസ്റ കൊടുത്താലും എൻ്റെ എന്നാണ് അർത്ഥം വരുന്നത്. ആ യാ എന്നുള്ളവർ ചുരുക്കിക്കൊണ്ട് കെസ്റ കൊടുക്കുമ്പോൾ ആ ഒരു അടുപ്പം കൂടുതൽ വ്യക്തമാക്കുകയാണ് ആ ഒരു പ്രയോഗത്തിലൂടെ എന്നാണ്. ഉദാഹരണത്തിന് സക്കരിയ അലൈഹിസ്സലാം നൂറ്റാണ്ടുകളോളം കുഞ്ഞില്ലാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഉടൻ തന്നെ കുഞ്ഞി എന്നൊരു സന്തോഷ വാർത്ത അള്ളാഹു നൽകുകയാണ്. അതേപോലെ തന്നെ മൂസാ നബി ഈജിപ്തിൽ നിന്നും മദിയൻ എന്ന പ്രദേശത്തേക്ക് നാടുവിടാണ്. ജോലിയില്ല, ഭക്ഷണമില്ല, പാർപ്പിടമില്ല. ആ സന്ദർഭത്തിൽ മൂസാ നബി പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. എന്ത് കിട്ടിയാലും ആവശ്യമാണ് എന്ന അവസ്ഥയിലാണ് മൂസാ നബി ആ അവസരത്തിലുള്ളത്. ഉടൻ തന്നെ മൂസാ നബിക്ക് നല്ലൊരു ജീവിതം അള്ളാഹു നൽകുകയാണ്.